പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം കൂടെ കാണാൻ സർവശക്തനാധികം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനത്തെ ആശംസിക്കുകയാണ്. അല്പസമയം ദൈവവചനത്തിൽ നിന്നും വീണ്ടും നമുക്ക് ചിന്തിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവനാമത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ. ദൈവനാമത്തെ ഉയർത്തുവാനും ദൈവത്തെ സേവിപ്പാനും ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ടവരുമായിരിക്കുന്നവരാണ് നാം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒരു ദൈവഭക്തനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്. അതിന് 4-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ. അപ്പം ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുക. അപ്പം വേർതിരിക്കുക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് വേർതിരിച്ച്, പാപ ഇമ്പങ്ങളിൽ നിന്ന് വേർതിരിച്ച്, ജീവിതത്തിൻ്റെ യാതൊരു മാലിന്യങ്ങളും ഏശാതെ, ജീവിതത്തിലെ ഒരു നൈരാശ്യമായ അനുഭവങ്ങളും കടന്നു വരാതെ ആത്മീയ പശ്ചാത്തലത്തിലേക്ക് ദൈവം തൻ്റെ മക്കളെ വേർതിരിക്കുകയാണ്. അപ്പോൾ വേർതിരിവെന്ന് പറയുന്നത് ദൈവത്താൽ വേർതിരിക്കപ്പെട്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. നമുക്കറിയാം, വിശുദ്ധ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ പല ഭക്തന്മാരെയും ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചതായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ മധുരഗായകൻ എന്നറിയപ്പെട്ടിരുന്ന ദാവീദ്, ആ ദാവീദ് തന്നെയാണ് ഈ സങ്കീർത്തനം എഴുതുന്നത് തന്നെ. ദാവീദ് പറയാണ്, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം തൻ്റെ അനുഭവത്തിൽ കൂടിയാണ് താനത് പ്രതിപാദിച്ചിരിക്കുന്നത്. തൻ്റെ ജോലി ആടിനെ മേയ്ക്കലായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൻ്റെ ആടുകളെ മേയ്ക്കുക. ഒരിക്കലും താൻ തൻ്റെ ആടെന്ന്, എൻ്റെ ആടെന്ന് എന്നൊരിക്കലും ദാവീദ് പറയാറില്ല. ദാവീദ് പറയുന്നത് എൻ്റെ അപ്പൻ്റെ ആടുകളാണ്, എന്നെ വളർത്താൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയാണ് ആടിനെ വളർത്തുക. അതുകൊണ്ട് വലിയ അത്യാഗ്രഹങ്ങളൊന്നുമില്ലാതെ, വലിയ മോഹങ്ങളൊന്നുമില്ലാതെ ജീവിതകാലം മുഴുവനും ആടിനെ വളർത്തി മുന്നോട്ട് പോകാമെന്ന് കരുതി മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് ദാവീദ്. ദാവീദിനുള്ള കൈമുതലായിരിക്കുന്നത് നല്ലവണ്ണം പാട്ട് പാടാനറിയാം, കിന്നരം മീട്ടാനറിയാം. ആ ദൈവത്തിൻ്റെ അഭിഷേകവും കൂടെ ദാവീദിന് മേലുണ്ടായിരുന്നു. വലിയൊരു പ്രത്യേകതകൾ ദാവീദിനുണ്ട്. സ്തോത്രം. ദാവീദിനെക്കുറിച്ച് പലരും ആ കാര്യങ്ങൾ സാക്ഷ്യമായി പ്രസ്താവിച്ചിട്ടുമുണ്ട് വിശുദ്ധ തിരുവെഴുത്തിനകത്ത്. എന്നാൽ പ്രിയമുള്ളവരെ, ദാവീദിൻ്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ദാവീദിൻ്റെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ ദാവീദിൻ്റെ സ്വപ്നങ്ങളെപ്പോലും തെറ്റിച്ചുകൊണ്ടാണ് ദാവീദിനെ ദൈവം എന്ത് ചെയ്തു? വേർതിരിച്ചത്. ഇസ്രായേലിനൊരു രാജാവിനെ വേണം എന്ന് ദൈവത്തിന് തോന്നിയപ്പോൾ ആദ്യം ജനത്തിൻ്റെ ആവശ്യപ്രകാരം ഒരു രാജാവിനെ കൊടുത്തു. ആ രാജാവ് ദൈവസന്നിധിയിൽ വിശ്വസ്തത കാണിക്കാത്തത് കൊണ്ട് ദൈവം ആ സ്ഥാനത്ത് അവനെ തള്ളി. അപ്പോൾ ദൈവത്താൽ ഒരു രാജാവിനെ ദൈവം നിയോഗിക്കുകയാണ്. എന്തോ ചെയ്തു? ദാവീദിനെ തിരഞ്ഞെടുക്കുകയാണ്. ദാവീദിൻ്റെ വീട്ടിലേക്ക് പ്രവാചകനെ അയച്ചു. അവിടെ ചെന്നു ദാവീദിൻ്റെ സഹോദരന്മാരെല്ലാം മുന്നിൽ വിളിച്ചു നിർത്തി. അവരെല്ലാം നോക്കിയപ്പോൾ നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായവരാണ്. ഒന്നിനും കുറവില്ല. പേഴ്സണാലിറ്റി ഉണ്ട്, സൗന്ദര്യമുണ്ട്, നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ട്, പലരും അഭ്യാസങ്ങൾ അറിയാവുന്നവരാണ്, കഴിവും പ്രാപ്തിയുള്ളവരൊക്കെയാണ്. പക്ഷേ ദൈവം പറഞ്ഞു, എനിക്ക് അവരെ ആരെയും വേണ്ട, അവരെ ആരെയും ഞാൻ കണ്ടിട്ടില്ല, തിരഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെയാണ് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത്. ദാവീദിനെ ആളയച്ചു വരുത്തി. ദാവീദ് കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ എങ്ങോട്ടാണോ പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ശമൂവേൽ പ്രവാചകൻ പറയുന്നത്, അവൻ വരട്ടെ, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയില്ല, യാഗമില്ല എന്നൊക്കെ പറഞ്ഞ് ദാവീദിനെ വിളിപ്പിച്ചപ്പോൾ ദാവീദിന് പോലും ഒരാശങ്ക ഉണ്ടായി. കാരണം അതുവരെ ഇല്ലാത്തൊരു കോളിങ്ങാണ് ദാവീദിനുണ്ടായത്. തന്നെ വീട്ടിൽ നിന്ന് വിളിപ്പിക്കുന്നു, താൻ വേഗത്തിൽ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ദാവീദിൻ്റെ മനസ്സിൽ പോലും ചിന്തകൾ കൂടി, എന്തിനാണ് എന്നെ ഇപ്പോൾ അത്യാവശ്യമായി വിളിക്കുന്നത്? ഇതുവരെ ആരും വിളിച്ചിട്ടില്ലല്ലോ, ഇതുവരെ ആരും അന്വേഷിച്ചില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ദാവീദിന് ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയമായപ്പോൾ ദാവീദിനെ ദൈവം വിളിക്കുകയാണ്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ തന്നെ ദൈവം തമ്പുരാൻ ശമൂവേലിനോട് പറഞ്ഞു, ആ വരുന്നതാണ് ഞാൻ തിരഞ്ഞെടുത്തവൻ, അവനെ അഭിഷേകം ചെയ്ത.
ശമൂവേൽ മാനുഷികമായി നോക്കിയപ്പോൾ ഒരു കൊച്ചു പയ്യനാണ്, പക്ഷെ സൗന്ദര്യമുണ്ട്, കൊച്ചു പയ്യനാണ്. മറ്റുള്ളവരെ പോലെ ആരോഗ്യമോ മറ്റ് കാര്യങ്ങളോ ഒന്നും പറയാനില്ല. എങ്കിലും ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. ദൈവം തിരഞ്ഞെടുത്തത്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവത്താലാണ്. അത് ദൈവത്തിന് ഇഷ്ടമാണ്. ആരെ തിരഞ്ഞെടുക്കണം, എങ്ങനെ തിരഞ്ഞെടുക്കണം, എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. അപ്പോൾ ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചു ദാവീദിനെ. അതേ ദാവീദ് തന്നെക്കുറിച്ച് തന്നെ അല്ലെങ്കിൽ അനുഭവത്തോടെ പറയാണ്, തനിക്ക് വേണ്ടി ദൈവം വേർതിരിച്ചു, തനിക്ക് വേണ്ടി ദൈവം വേർതിരിച്ചു. അപ്പോൾ ദൈവം വേർതിരിച്ചത് ആട്ടിടയനായിട്ടും പിന്നെ ജോലി ചെയ്യാനല്ല. ദൈവത്തിൻ്റെ ദാസനായ പ്രവാചകനായ ശമൂവേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞപ്പോൾ ശമൂവേൽ പ്രവാചകൻ തൈലത്തിൽ ആ കൊമ്പിൽ തൈലം നിറച്ച തൈലക്കൊമ്പെടുത്ത് തൻ്റെ ദാവീദിൻ്റെ തലയിലൊഴിച്ച് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അവനെ അഭിഷേകം ചെയ്യുമ്പോൾ അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ സഹോദരങ്ങൾ, അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു, അവരെല്ലാം സാക്ഷ്യം വഹിക്കുന്ന ഒരു ചടങ്ങായി പരസ്യമായി ദാവീദിനെ ഉയർത്തുന്ന ഒരു ദിവസമായിരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പൈതലെ, ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. നമ്മെ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ വെച്ച്, നമ്മെ ഒഴിവാക്കിയവരുടെ മുമ്പിൽ, നമ്മെ അവഗണിച്ചു നിന്നവരുടെ നടുവിൽ നമ്മെ പരിഗണിക്കുന്നൊരു സ്വർഗം നമുക്ക് വേണ്ടി ഒരു ദിവസം ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാൻ, നമ്മെ അഭിഷേകം ചെയ്യാൻ, നമ്മെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കാൻ, നമ്മെ ഒന്ന് ഒരുക്കിയെടുക്കാൻ ദൈവം ഒരു പദ്ധതി ഇടുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ആരൊക്കെ അവഗണിച്ചാലും നമ്മെ അവഗണിക്കാത്തൊരു സ്വർഗം നമുക്കുള്ളത് കൊണ്ട്, നമുക്ക് പരിഗണിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മെ മാനിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മുടെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ദൈവം ഒരു ദിവസം ഇറങ്ങി വരുമ്പോൾ അന്ന് നമ്മുടെ മാന്യതയുടെ ദിവസമായിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി ശ്രേഷ്ഠമായ അവകാശങ്ങളെ തന്നുകൊണ്ട് ആർക്കും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത നിലയിൽ നമ്മെ വിടുവിച്ചെടുക്കുന്നൊരു ദിവസം ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മെ വേർതിരിക്കുകയാണ്, തൻ്റെ ഇഷ്ടം ചെയ്യാൻ, ദൈവത്തിൻ്റെ പദ്ധതി നമ്മിലൂടെ നടപ്പാക്കാൻ, ദൈവത്തിൻ്റെ ഹിതം നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ തനിക്ക് വേണ്ടി എന്ത് ചെയ്തു? വേർതിരിച്ചു. നമുക്കറിയാം, പഴയ നിയമത്തിൽ പഠിച്ച ശിംശോനെ ദൈവം വേർതിരിച്ചതാണ്. നാസീർ വധസ്ഥനാണ്, അവൻ വ്രതമനുഷ്ഠിക്കുന്നവനാണ്. അവന് തിന്മയൊന്നും ഭവിക്കാതെ, പാപമൊന്നും ചെയ്യാതെ, മാലിന്യമൊന്നും ഏൽക്കാതെ അവൻ എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനായി ദൈവനെ തീർത്തിരിക്കുകയാണ്. യെരമ്യാ പ്രവാചകനോട് വിശുദ്ധ തിരുവെഴുത്തിനകത്ത് പ്രവാചകനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പ്രവാചകനോട് പറയുന്നത്? ഞാൻ നിന്നെ എവിടെ വെച്ചാൽ കണ്ടതെന്നറിയാമോ? നിന്നെ വിളിച്ചത് എവിടെ വെച്ചാണെന്നറിയാമോ? നിന്നെ വേർതിരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? യഹോവയുടെ അരുളപ്പാട് യെരമ്യാവിനുണ്ടായത് എന്തെന്നാൽ, അവിടെ പറയും, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ നിന്നെ ഞാൻ അറിഞ്ഞതാ. നീ ജനിച്ചു വീണ് പിച്ച വെച്ച് നടന്ന്, അല്ലെങ്കിൽ നീ വളർന്ന് വലുതായപ്പോഴല്ല നിന്നെക്കുറിച്ച് എനിക്ക് അറിയാവുന്നേ. നീ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ, നീ ഉദരത്തിൽ ജനിക്കുന്നതിന് മുൻപേ എന്ത് ചെയ്തു? ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ എന്ത് ചെയ്തു? വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയ ഒരു വ്യക്തിയാണ് യെരമ്യാ പ്രവാചകൻ. പ്രവാചകനായി വിശുദ്ധീകരിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു, അപ്പോയിൻമെൻറ്റ് കൊടുത്തു. ബൈബിൾ കോളേജിൽ പോയി 3-4 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് കൈവപ്പ് കൊണ്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയതല്ല. പിന്നെയോ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട പ്രവാചകനാണ് യെശയ്യാവ്. അങ്ങനെ നോക്കിയാൽ വിശുദ്ധ തിരുവെഴുത്തിനകത്ത് ഒത്തിരി കാര്യങ്ങളെ നമുക്ക് ആ മേഖലയിൽ ചിന്തിക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മെ വിളിച്ച് വേർതിരിച്ച ഒരു ദൈവം, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടാൻ വേണ്ടി, ദൈവത്തിൻ്റെ പ്ലാനിന് വേണ്ടി നമ്മളൊന്ന് ഒരുക്കപ്പെടുവാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ദാവീദിൻ്റെ ലോകം വളരെ ചെറുതായിരുന്നു. ചെറിയ ലോകത്തിനകത്ത് ഒരു പരാതി പരിഭവമില്ല, അതൊക്കെ ഒതുങ്ങിക്കൂടിയത്. പക്ഷേ ദൈവം അവനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ സ്വപ്നത്തിലോ പ്രാർത്ഥിക്കുമ്പോഴോ ഒന്നും ദൈവം ഇതൊന്നും പറഞ്ഞില്ല. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി നോക്കി അവനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. സ്തോത്രം, ദൈവം അവനെ മാനിച്ചു. നമുക്കറിയാം, എബേസ് പ്രാർത്ഥിച്ചു. എബേസിൻ്റെ പ്രാർത്ഥന വളരെ പ്രശസ്തമാണ്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിനകത്ത് പ്രാർത്ഥനയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. എബേസ് ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും കാതലായ മർമ്മപ്രധാനമായ ചില വാക്യങ്ങൾ എബേസിൻ്റെ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജനത്തിൻ്റെ പരമ്പരകൾ പറഞ്ഞ് തലമുറകളെ പരിചയപ്പെടുത്തി വന്ന കൂട്ടത്തിൽ അത് എഴുതിയ എഴുത്തുകാരന്
ആമേൻ. എബേസിനെ കാണാൻ കഴിയാതെ പോയില്ല. കാരണം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിഞ്ഞില്ല. എബേസിനെ കുറിച്ച് വിവരിച്ചപ്പോൾ മറ്റാരെക്കുറിച്ചും പറയാത്തൊരു വർണ്ണന എബേസിനെ കുറിച്ച് അവിടെ പറയുന്നു. എബേസ് അവൻ്റെ പ്രാർത്ഥന ലോകപ്രശസ്തമാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ചോദിച്ചതിനെ, അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. വ്യസനപുത്രനായി അവൻ്റെ അമ്മ അവനെ പ്രസവിച്ചെങ്കിൽ, വ്യസനപാത്രമായവ തീർന്നെങ്കിൽ, പ്രിയമുള്ളവരെ, അവൻ്റെ വ്യസനത്തിനൊരു അറുതി വരുത്തുവാൻ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ അവൻ വിഷയം പറഞ്ഞു. യാക്കോബിൻ്റെ സ്ഥിതി മാറ്റിയ ദൈവത്തോട്, ഇസ്രായേലിൻ്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തിയെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുക ശുശ്രൂഷകൾക്ക് വേണ്ടി, ദൈവനാമത്തെ ഉയർത്തുവാൻ, അന്ത്യം വരെ വിശ്വസ്തയോടെ ജീവിപ്പാൻ, നിത്യതയ്ക്ക് അവകാശിയായി തീരാൻ, ദൈവം ഏൽപ്പിച്ചത് അതുപോലെ നിവർത്തിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കി വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരായി നമുക്ക് പിന്നെയും നിലനിൽപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഈ ജൈത്രയാത്ര വിശ്വാസത്തിന് വേണ്ടി പോരാടിക്കൊണ്ട് മുന്നേറുവാൻ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.